സംസ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിനി റീജിയണൽ റൗണ്ടപ്പിൽ പരിശോധിക്കാം. തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി രജിത് കുമാറും, മധ്യ കേരളത്തിൽ നിന്ന് കെ പ്രശാന്തും, വടക്കൻ കേരളത്തിൽ നിന്ന് ടി അരവിന്ദനും ചേരുന്നുണ്ട്. മായ, നമുക്ക് ആദ്യം രജിത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. രജിത്ത്, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ മറ്റെന്തൊക്കെ വാർത്തകൾ നമ്മളിന്ന് പ്രതീക്ഷിക്കണം? പ്രധാനമായും കേരള സർവകലാശാലയിലെ പ്രതിഷേധം, അത് SFIയുടെ നേതൃത്വത്തിൽ മോഹൻ കുന്നുമേലിനെതിരെ ആയിട്ടുള്ള പ്രതിഷേധം അത് ഇന്നും ഉയർന്നേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് മോഹൻ കുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായി ഉണ്ടാവും. ഒപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയുള്ള വന്ദേ മാതരം, BJPയുടെ വന്ദേ മാതര സദസ്സ്, അത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം കാനം സ്മരണികയുടെ പ്രകാശനം MN സ്മാരകത്തിൽ നടക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വമാണ് ഇത് നിർവഹിക്കുന്നത്. മന്ത്രി PC വിശ്വനാഥ് ആലപിച്ചുകൊണ്ട് ഓണം തീം സോങ് പുറത്തിറങ്ങുകയാണ്. അതിൻ്റെ ലോഞ്ച് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നുണ്ട്. ആ പരിപാടികളാണ് ഇന്ന് തിരുവനന്തപുരം റീജിയനിൽ പ്രധാനമായും ഉള്ളത്. ഒപ്പം തന്നെ കൊല്ലത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് BJPയുടെ വന്ദേ മാതര സദസ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി നടക്കുന്നത്. ചിന്നക്കടയിൽ നടക്കുകയും ചെയ്യും. BJPയുടെ നിയമസഭാ കക്ഷി നേതാവും ചാത്തന്നൂർ MLA കൂടിയായിട്ടുള്ള BB ഗോപകുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പത്തനംതിട്ടയിലേക്ക് എത്തിയ പത്തനംതിട്ട കുമ്പനാട് വയോധികയും മകനും അതുപോലെ തന്നെ മകൻ്റെ പെൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പടക്കം ഇന്ന് നടക്കുന്നുണ്ട്. കുമ്പനാട് സ്വദേശിയായിട്ടുള്ള പൊന്നമ്മയാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകനായ ടിജോ തോമസ്, സുഹൃത്ത് റിൻസി എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ തെളിവെടുപ്പടക്കം ഇന്ന് പത്തനംതിട്ടയിൽ നടക്കും. മറ്റ് പ്രധാന വാർത്തകൾ പ്രധാനമായും തിരുവനന്തപുരം റീജിയൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാന വാർത്തകൾ ഇവയൊക്കെയാണ്. ശരി രജിത്ത്, എന്തായാലും രജിത്തിനും തിരുവനന്തപുരം ബ്യൂറോയ്ക്കും ഓടി നടന്ന് പണിയെടുക്കാനുള്ള സാധ്യതകളൊക്കെയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ മധ്യ കേരളത്തിൽ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ഓണാഘോഷ അതിൻ്റെ അതിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായതുകൊണ്ട് തന്നെ ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ ഓണാഘോഷം ആണ്. പല സ്കൂളുകളും ഇന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ദിവസമാണ്. അത് ജില്ലകളിലെ എല്ലാ സ്ഥലത്തും ആ രീതിയിൽ തന്നെയാണ് പ്രധാനമായൊരു ഷെഡ്യൂൾ എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട 2 പരിപാടികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അദ്ദേഹം, അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വീടുകളുടെ താക്കോൽദാനമാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിറ്റ് ലഭിച്ച ശേഷമുള്ള ആദ്യ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി. മറ്റൊന്ന്, ജില്ലയിലെ എല്ലാ ജില്ലകളിലും ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട സദസ്സുകളെല്ലാം തന്നെ BJP സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ആലപ്പുഴ വള്ളംകളിയുടെ ഒരു ആവേശ തിമിർപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നേരത്തെ സൂചിപ്പിച്ച പരിപാടികൾ മാത്രമാണുള്ളത്. ഇടുക്കിയിലാണ് മറ്റൊരു സുപ്രധാന പരിപാടികളുള്ളത്. ഒന്ന്, സണ്ണി ജോസഫ് അവിടേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ ഇടുക്കിയിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇടുക്കി ജില്ലയിലുണ്ട്. അതിൽ 2 പരിപാടികളാണ് പിണറായിക്കുള്ളത്. ഒന്ന്, കർഷക സംഘത്തിന്റെ പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന ദേവപ്രിയ, അതായത് നമുക്കറിയാം സ്കൂൾ മീറ്റിൽ കണ്ട ദേവപ്രിയയ്ക്ക് CPM വീട് വെച്ച് നൽകുമെന്ന് പറയുന്നു. ആ വീടിൻ്റെ താക്കോൽ ദാനവും പിണറായി വിജയൻ നിർവഹിക്കും. ഇങ്ങനെ വിവിധ പരിപാടികൾ ഇത്തരത്തിലുണ്ട്. എന്തായാലും സുപ്രധാന പരിപാടികൾ മുഖ്യമന്ത്രിയുടെയാണ്. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ നിലവിൽ സംസ്ഥാനത്ത് നിൽക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ശരി പ്രശാന്ത്, ഇനിയിപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ അരവിന്ദൻ, എന്തൊക്കെ നമ്മൾ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം? ഇപ്പോൾ മഴയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? മായ, ഐശ്വര്യ, മലപ്പുറത്ത് മലബാറിൽ പൊതുവെ ശാന്തമായ അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. പക്ഷേ പൊതുപരിപാടികൾ ഇപ്പോൾ ഓണത്തിൻ്റെ മൂഡിലേക്ക് വടക്കൻ കേരളവും മാറിക്കഴിഞ്ഞു. അതിൽ തന്നെ പൊതുപരിപാടികൾ വളരെ കുറവാണ്. പക്ഷേ പ്രധാനപ്പെട്ട 2 പരിപാടികൾ മലപ്പുറത്തും കോഴിക്കോടുമായി നടക്കുന്നുണ്ട്. മലപ്പുറത്ത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 പരിപാടികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വണ്ടൂരിലാണ്. കോൺഗ്രസ് നേതാവായ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന നേതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇതിൽ ആദ്യത്തേത്. അതിനുശേഷം പെരിന്തൽമണ്ണയിലെ ഒരു
സ്വകാര്യ കോളേജിലും അതിനുശേഷം കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മറ്റൊരു സുപ്രധാനമായ കാര്യം കോഴിക്കോടാണ്. കോഴിക്കോട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട CPM-ന്റെ പ്രതിരോധമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ED റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CPM-ന്റെ പ്രതിരോധം മാവൂരിൽ നടക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച വാർത്തകളും നമുക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലി ചത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, മലപ്പുറത്ത് തന്നെ ദളിത് വിദ്യാർത്ഥി അനഘയുടെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി അനഘ സംസാരിച്ചിരുന്നു. രേഖാമൂലം ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാമെന്ന് അനഘ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു ജില്ലകളിൽ പ്രധാനമായും ഓണ ആഘോഷ പരിപാടികളാണ് ഉള്ളത്.